കാസർഗോഡ് കൊള്ളാനല്ലോടാ. ആണ് കുറവാ കഷ്ടിച്ച് 2 ലിറ്റർ കിട്ടും. എടാ പശു പാല് ചുരത്തുന്നേ അതിന്റെ കിടാവിനാ, അല്ലാതെ എനിക്ക് നിനക്ക് കൊടുത്ത് കുടിക്കാനല്ല. ചേടാ കഷ്ടമായി പോയല്ലോ. മാത്തുക്കുട്ടി പോയതിന് മുമ്പ് നല്ല ഇച്ചിരി ആഹാരം കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. അത് കൊള്ളാലോ. എന്നാ പിന്നെ പോയതിന് ശേഷം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അണ്ണന്റെ ഒരു നമ്പർ ഒന്ന് പൊടവ് ഇവിടുന്ന്. നീ വേണേ മോഹിനോട് ചോദിരു. ഭക്ഷണത്തിലൊക്കെ എന്നാ ഇരിക്കുന്നതാവ്. എടാ സൂണ, ഓ നീ എന്തിനാടാ അവളെ ഇടയ്ക്കിടയ്ക്ക് വേലിപ്പത്തിൽ വെട്ടി ഓടിച്ചിരുന്നേ? എടാ ഭാര്യയെ തല്ലാന്ന് പറഞ്ഞാൽ കെട്ടിയിട്ട പട്ടിയെ തല്ലുന്ന പോലെ നെറിയിട്ട പണിയാന്ന് അറിയത്തില്ലയോ? ആര് തല്ലിന്നാ മാത്തുക്കുട്ടി പറയുന്നേ? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. എന്റെ പൊന്നു മാത്തുക്കുട്ടി, അവളെ ഓടിക്കുന്നല്ലേ നാട്ടുകാർ കണ്ടിട്ടുള്ളു. ഓടി ഓടി സ്റ്റീമായി കഴിയുമ്പോ അവിടെ നടക്കുന്നത് എന്താന്ന് നാട്ടുകാർ അറിയുന്നില്ലല്ലോ. അവളെ നിന്നെ പിടിച്ചിരിക്കോ? അല്ല, ഞങ്ങള് കള്ളനും പോലീസും കളിക്കും. ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ സർവ്വവ്യാപി അല്ലയോ അച്ചായ. നിന്റെ അപ്പനെ ഈ വരവിന് കാണാനൊത്തില്ല. ഇവിടെ ഇല്ലയോ? ഉണ്ട്, വീട്ടിൽ കിടപ്പില്ല. എന്നാ പറഞ്ഞു? ചക്ക ഇടാൻ പ്ലാവേ കയറിയതാ, നെടുന്നല്ലി താഴെ വീണു. നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. മാത്തുക്കുട്ടി ചായം പോണേന് മുമ്പ് ഒരു കാര്യം ഒത്തീർപ്പാക്കാനുണ്ട്. അതെന്നാ? ഒരു ലവ് സ്റ്റോറിയാ. എന്നതാ? പ്രതികളോടൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ അത് ഉള്ളതാന്നല്ലോടാ. മാത്തുക്കുട്ടി ചായം തന്നെ വേണം സാറിനോട് പറയാൻ. സാറിന് സന്തോഷമേ ആകത്തുള്ളൂ, സാറിന് അറിയാൻ മേലെ. എന്നാലും അവിടുത്തെ പുരടുത്ത് പണ്ട് റബ്ബർ വെട്ടിയിരുന്നവന്റെ മോളെന്ന് പറയുമ്പോ സോളമന്റെ അമ്മയുടെ ആങ്ങളമാര് ചില കോടാലികളുണ്ട്. ഉടക്ക് വെക്കുവെന്നാ. ഒരു ഉടക്കുണ്ടാകത്തില്ല, ഞാൻ ഏറ്റന്നേ. എടാ തടിയവള്, ഇതിന് ചില ചെലവൊക്കെ ഉണ്ട് കേട്ടോ. ഓ ആനന്ദനല്ലയോ? ഇവൻ എവിടെ ആയിരുന്നു? ഞാനവനെ കൊച്ചിയിലോട്ട് പറഞ്ഞു വിട്ടാ. കിട്ടിയില്ലയോ? കിട്ടി. വലിയ കഷ്ടമാണ് എൻ്റെ മാത്തുക്കുട്ടി. കടത്തിണ്ണയിൽ 4 പിള്ളേരും ഭാര്യയുമായിട്ട്. ഇവനോ 10 ലക്ഷം കിട്ടിയ പോരെ ഇവന്? നീ എന്തറിഞ്ഞിട്ടാ സൂണ? ആ പാവത്തിന് എല്ലാരും കൂടെ ചതിക്കായിരുന്നല്ലോ. ആ പടം 500 രൂപ അവന് കിട്ടിയോ? ബാക്കി അവന്മാര് തട്ടിയോ? എല്ലാരും കൂടെ പങ്കുവെച്ചു. ഇടനിലക്കാരും ദല്ലാളന്മാരും കൂടെ പങ്കുവെക്കുന്നതാണല്ലോ ഇത്. മാഫിയ മോനാന്നല്ലയോ? എന്തോ പറഞ്ഞ നിന്റെ പേര്? റാഹത്ത്. കൊള്ളാം. പിന്നെ റാഫിയെ, നാളെ ഞാനങ്ങ് പോയേക്കോ. കാര്യങ്ങളൊക്കെ ആനന്ദം പറഞ്ഞു കാണുമല്ലോ. ആ പരിപാടിയൊക്കെ അങ്ങ് അലുക്കുലുക്കായി പോയി. പിന്നെ പിള്ളേരെ പഠിപ്പൊക്കെ മുടങ്ങാൻ നോക്കണം. അതിനുള്ളൊരു ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ജോലിയുടെ കാര്യം തോപ്പുംപടിയിലുള്ള ആനനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോയി കണ്ടായിരുന്നു? ഞാൻ പോയി കണ്ടിരുന്നു. ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ അങ്ങ് പോയാൽ മതി. ഇന്ന് കൊച്ചുണ്ണി ആശാന്റെ വീട്ടിൽ യാത്രയായപ്പോ പാർട്ടി അല്ലയോ? ഞാൻ ബെന്നിച്ചിനോട് കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മേളിക്കാം. നല്ല രാത്രി ആവട്ടെ. സന്തോഷമുള്ള ഒരു കാര്യം കൂടെ ഇന്നങ്ങ് ഉറയ്ക്കും. അല്ലേടി കുഞ്ഞോളെ? വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോ ഏതു മടിയനും ഈ നിപ്പാ നിൽക്കുക. അതിലും നല്ല ഉദാഹരണം പരോള് കഴിഞ്ഞു പോകുന്ന തടവുള്ളി എന്നാ സാറേ. മാത്തുക്കുട്ടി, ആ സന്തോഷ വാർത്ത സാറിനോട് പറയാനുള്ള അവസരം ഞാൻ ഇങ്ങ് തട്ടിയെടുത്തു. സോളമന്റെയും കുഞ്ഞുമോടെയും. എന്നിട്ട് എന്നാ പറഞ്ഞു? ഇതിൽ കൂടുതൽ നല്ല വാർത്ത എന്നാ ഉണ്ടാവാനാടാ എനിക്ക്. ഡേറ്റ് ഒക്കെ നിന്റെ സൗകര്യത്തിലേ കാണത്തുള്ളൂ, നീ ഉണ്ടാവണം. അപ്പൊ പരോള് കിട്ടിയില്ല എന്നും പറഞ്ഞേക്കരുത്. പരോള് കിട്ടിയില്ലേ ഞാൻ ജയിലിൽ ചാടിഞ്ഞു വരും. എന്നാ? ഒന്നുമില്ല ഏട്ടായി, നമ്മുടെ മാത്തുക്കുട്ടി ചായനിന്ന് വെളുപ്പിനെ ജർമ്മനിക്ക് തിരികെ പോയി. അറിഞ്ഞായിരുന്നു. BBC അറിയാതെ അപ്പോൾ ആങ്കമണ്ണിലോട്ട് ആരും വരികയില്ല, പോവുകയില്ല എന്റെ കുഞ്ഞോളെ. വലിയ വിഷമത്തിലാ പുള്ളിക്കാരൻ പോയെ. എന്നാ ചെയ്യാനാ റോസി കൊച്ചെ, വിധി അങ്ങനെ ആയിപ്പോയി. പക്ഷെ റോസി കൊച്ചൊരു കാര്യം മറക്കരുത്, സ്വന്തം ജീവിതം ഇങ്ങനെ ഒരു പോക്കാക്കരുത്. നല്ല പ്രായമാ കഴിഞ്ഞു പോകുന്നേ. വിദ്യാധരന് ഉദ്ദേശിച്ച പ്രയാസമല്ല പുള്ളിയുടെ. 20 ലക്ഷം രൂപ കടക്കാരനായി പുള്ളിക്കാരൻ. അത് താൻ ഒരുത്തനായിട്ട് ഉണ്ടാക്കി വെച്ച കുരിശായിരുന്നു. സത്യം ജനങ്ങളെ അറിയിക്കുക എന്നതല്ലയോ മാധ്യമ പ്രവർത്തനം. ആ പ്രവർത്തനം ഇതോടങ്ങ് നിർത്തിയാലോ ചേട്ടായി? എന്നതാ? വാർത്തകളും വിശേഷങ്ങളൊക്കെ അറിയാൻ നമുക്ക് അന്തസ്സുള്ള ചാനലുകളും പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ കുറെ. അതിന്റെ ഇടയിൽ ഇതുപോലൊരു നാറിയ പ്രസ്ഥാനം പ്ലാങ്കമണി വേണ്ടാന്നാ ഞങ്ങളുടെയൊക്കെ തീരുമാനം. മക്കളെ പണി തുടങ്ങിക്കോ.
ചരിത്രത്തിലാദ്യമായി സ്ത്രീകളുടെ ഒരു സംഘം ഒരു ടെലിവിഷൻ ചാനൽ പൂട്ടിച്ചു എന്നതിൻ്റെ ഖ്യാതിയും ഇനി പ്ലാങ്കമണ്ണിന് അവകാശപ്പെട്ടതാണ്. കടൽ കടന്ന് വീണ്ടും മാത്തുക്കുട്ടിയിലേക്ക്. സാറേ ആ വന്നു എന്നറിഞ്ഞായിരുന്നു. മാത്തുക്കുട്ടിയെ ഒന്ന് വിളിച്ചു പോലുമില്ലല്ലോ. എടാ ഞാനേ ആ. നമ്മുടെ അഗസ്റ്റിന്റെ അവിടെ ആണല്ലോ താമസം. അതറിഞ്ഞു. അവൻ്റെ നിന്റെ നമ്പറില്ല. എന്നാ നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ അവരുമായിട്ടൊന്നും അവൻ അത്ര സുഖത്തിലുമല്ല. ഇവിടത്തെ കാര്യമൊക്കെ അങ്ങനെ ആന്നേ, ഒന്നും പറയാതിരിക്കുവാ ഭേദം. എന്നാ വണ്ടിയിലോട്ട് കയറിയട്ടെ. എനിക്കൊന്ന് നടക്കണമിടാവേ. എന്ത് ഭംഗിയുള്ള വഴിയാ. എന്നാ പിന്നെ ഞാനും കൂടിയേക്കാം. ആ വാ.